നന്ദകുമാർ സാർ, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. മാതൃഭൂമിയിലാണ് വന്നത്. അതായത് താനൊരു പാവപ്പെട്ട ജാതിക്കാരനായതുകൊണ്ട്, താനൊരു പാവപ്പെട്ട ജാതിക്കാരനാണ്, അതുകൊണ്ടാണ് തന്നെ ഇങ്ങനെ വല്ലാതെ വേട്ടയാടുന്നത്. ഈ പ്രയോഗം അദ്ദേഹം ആരെ സോപ്പിടാനാണ് ഉപയോഗിക്കുന്നത്? അതായത് വെള്ളാപ്പള്ളിയെ CPM കൂടെ കൂട്ടിയിട്ട് ഒരു ഫലവുമില്ല എന്നുള്ളതാണ് വ്യക്തം. എന്ന് വെള്ളാപ്പള്ളിയെ കാറിൽ കൂടെ കയറ്റി കൊണ്ടുപോയി, എന്നിട്ട് ഒരു ഫലവും കണ്ടില്ല. അതുപോലെ NSS നേതൃത്വവും പിണറായിക്കൊപ്പം നിന്നു. SNDP സമുദായത്തിൻ്റെ വോട്ടും NSS സമുദായത്തിൻ്റെ വോട്ടും പിണറായിക്ക് കിട്ടിയില്ല. ശരിക്കും അത് LDFനും കിട്ടിയില്ല. അപ്പോൾ വെള്ളാപ്പള്ളി ഇപ്പോൾ താനൊരു പാവപ്പെട്ടവൻ എന്ന് പറയുന്നത് ആരെ സോപ്പിടാൻ വേണ്ടിയാണ് സാറേ? അതായത് പെരുന്നയിലെ പോപ്പും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനും വർഗീയവാദിയുമായ വെള്ളാപ്പള്ളി ചേർന്നിട്ടും പിണറായിക്ക് ഒരു ഗുണം കിട്ടിയില്ല. കഴിഞ്ഞ അയ്യപ്പ സംഗമത്തിൽ, ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായിയുടെ കാറിലാണ് ഈ വർഗീയവാദി പോയത്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയ വിഷം തുപ്പുന്ന, തൊഗാഡിയൊക്കെ കടത്തിവിട്ടുന്ന വർഗീയ വിഷം തുപ്പുന്ന ഭീകരനാണ് ഈ വെള്ളാപ്പള്ളി എന്ന് അടുത്ത കാലത്ത് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വെൽ പ്ലാൻഡ് ആയിട്ട് ഹിന്ദു വോട്ട് ഏകീകരണം ഉണ്ടാവുക, മുസ്ലിം വോട്ട് ഏകീകരണം ഇതാവുക, എന്നിട്ട് ഒരു വർഗീയ സൃഷ്ടിച്ച് കേരളത്തിൽ ഹിന്ദുക്കൾക്ക് അനുകൂലമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പിണറായി വിജയൻ ഈ വെള്ളാപ്പള്ളിയെ കൂട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ തന്നെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത് ഹിന്ദു വോട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു. അതെന്തിനാണ്? CPMൻ്റെ അണികൾ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. അപ്പോൾ ഈ ഹിന്ദുക്കളായ CPMൻ്റെ അണികളെ BJPയുമായി അടുപ്പിക്കുക. അപ്പം അവർക്ക് അകലം കുറയാണ്. അതിന് വേണ്ടിയിട്ട് അയ്യപ്പ സംഘവും മറ്റൊക്കെ ഉണ്ടാക്കിയതെങ്കിലും അതൊക്കെ ഫ്ലോപ്പായി. പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ തിരുവിതാംകൂർ മേഖലയിലൊക്കെ തന്നെ ഹിന്ദു വോട്ട്, പ്രത്യേകിച്ച് NSSൻ്റെയും SNDPൻ്റെയും വോട്ട് വളരെ പ്രധാനപ്പെട്ടാണ് ആര് വിജയിക്കണമെങ്കിലും. പക്ഷേ ഇത്തവണ അവർ രണ്ടുപേരുടെയും സഹായമില്ലാതെ UDF വൻ കുതിക്കലാണ് ഉണ്ടായത്. NSSൻ്റെ സാധാരണ അണികളും SNDPൻ്റെ സാധാരണ അണികളും വോട്ട് മറിച്ചു കുത്തി. എന്തുകൊണ്ടാണ്? ഈ രണ്ട് വർഗീയ വിഷമം ചീറ്റുന്ന രണ്ടുപേരെയും വേണ്ട അവർക്ക്. ഇവർ തട്ടിപ്പുകാരാണ്, സമുദായത്തെ വഞ്ചിച്ചവരാണ്. ആ സമുദായം ഒരിക്കലും വർഗീയതയ്ക്ക് വേണ്ടി നിൽക്കുന്നതല്ല. മുമ്പ് നാരായണ ഗുരു എന്താ പറഞ്ഞത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നാണ്. പക്ഷേ ഇവിടെ അതല്ല, മദ്യം തുടരുതെന്നൊക്കെയാണ്. മദ്യം കച്ചവടം ചെയ്ത് അങ്ങനെ വളർന്ന ഒരാളാണ് ആര്? വെള്ളാപ്പള്ളി. കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക മാഫിയ കിങ് ആണ്. ക്രൈം തന്നെ 1998 ഒരു പ്രത്യേക ലക്കം ഇറക്കിയിരുന്നതിൽ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ, തട്ടിപ്പ് വീരൻ, മാഫിയ തലവൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. LTTക്ക് ഇവിടുന്ന് മണ്ണെണ്ണയും അതുപോലെ പെട്രോളും അങ്ങോട്ട് കടത്തി കൊടുത്തിട്ട് അവിടുന്ന് കള്ളനോട്ട് ഇറക്കലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പണി. അങ്ങനെയുള്ള കാര്യങ്ങളുടെ വ്യക്തമായ തെളിവും, അതിലെ സ്പിരിറ്റ് കടത്തിയതിന് കേസ് വന്നതും മറ്റൻ കേസൊക്കെ അതിൽ പെട്ടതെല്ലാം വ്യക്തമായ തെളിവോട് കൂടിയിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. എനിക്കെതിരെ ഒരു കേസും വന്നില്ല. അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. എന്നെ കൊല്ലുന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും നടന്നില്ല. ഞാൻ കേരളത്തിൽ ആദ്യമായി വെള്ളാപ്പള്ളിയെ തൊട്ട ഒരാൾ ഞാനാണ്. അതേപോലെ NSSൻ്റെ ഈ സുകുമാരൻ നായർ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ, NSSനെ വെച്ച് നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ കുറിച്ചും ക്രൈം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ രണ്ടും പെരുങ്കള്ളന്മാരാണ്. ഈ രണ്ട് പെരുങ്കള്ളന്മാരെ കൂട്ടിയോട് കൂടിയിട്ടാണ് പിണറായി വിജയന് ഉള്ള വോട്ടും അല്ല സാർ, എൻ്റെ ഒരു സംശയം, വെള്ളാപ്പള്ളി നടേശനെയും ഈ പറയുന്ന സുകുമാരൻ നായരെയും കൂടെ കൂട്ടിയാൽ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് കിട്ടും എന്ന് കരുതിയ പിണറായി ഇവിടെ വിഡ്ഢിയാവുകയാണ്. വെഡ്ഡിയാവല്ല, അയാൾക്ക് ഏറ്റവും വലിയ കള്ളനായ പിണറായിക്ക് അതേപോലെ കള്ളന്മാരെ രണ്ടുപേരെ കൂട്ടി, രണ്ട് ചിഹ്നങ്ങളെ. അപ്പം അവർക്കറിയാലോ എങ്ങനെ ആളെ പറ്റിച്ച പൈസ നമ്മൾക്ക് വോട്ട് നേടാന്നുള്ളത്. അങ്ങനെ ഈ 3 കള്ളന്മാരും കൂടെ ഒരുമിച്ചപ്പം അവരെ കൂടെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലായി ഇന്നലെ വരെ പറഞ്ഞ് പറ്റിച്ചതൊക്കെ കള്ളമായിരുന്നു, ഇവർ പെരുങ്കള്ളന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരെ 3 പേരും തോൽപ്പിക്കാന്നുള്ള ധാരണ അവർക്ക് ഉണ്ടായതായിരിക്കാം ഈ ഇത്രയും ഭീകരമായി തോൽപ്പിക്കുക. കാരണം അല്ലെ മധ്യ തിരുവിതാംകൂറില്ലേ, കോട്ടയത്ത്, അതേപോലെ കൊല്ലത്തിന് ഇങ്ങോട്ടുള്ള സൈഡിൽ തിരുവനന്തപുരത്ത്, അതേപോലെ എറണാകുളത്ത്, ഇടുക്കിയിൽ, പത്തനംതിട്ടയ്ക്ക് ദയനീയമായ പരാജയമല്ലേ. ചങ്ങനാശ്ശേരിയിൽ മുനിസിപ്പാലിറ്റിയിലടക്കം തിരിച്ചടിയല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവരെ കൂട്ടിയത് കൊണ്ട് ഇനി LDFന് യാതൊരു രക്ഷയില്ല. മാത്രമല്ല അവരെ ഉള്ള വോട്ടും ഒഴുകിപ്പോയി എന്നുള്ളതാണ് സത്യം. അയ്യപ്പൻ്റെ പേരും പറഞ്ഞിട്ടാണ് ആദ്യം നമ്മുടെ പെരുന്നയിലെ പോപ്പ് ഇറങ്ങിയത്. മുമ്പ് അവസാനം എന്തായി? ആരാണോ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി
മുന്നിട്ടിറങ്ങി നവോത്ഥാനമായി മതിലും മറ്റേ കുന്തും കുടച്ചക്കറൊക്കെ ഉണ്ടാക്കിയത് അയാളുടെ കൂടെ ചേർന്നു. എന്തിനാണ്? സ്വന്തം മകളുടെ ഭർത്താവ് ഒരു ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്നും വ്യാജരേഖ കൊടുത്ത ആളാണെന്നും അത് പിണറായി വിജയൻ്റെ അടുത്ത് സകല രേഖകളും കിട്ടിയിട്ടുണ്ടെന്നും മനസ്സിലായതോടുകൂടി വന്നതോടുകൂടി പിണറായി വിജയൻ ബ്ലാക്ക്മെയിൽ ചെയ്തു. സുകുമാരൻ നായർക്ക് ഏറ്റവും വലിയ ദൈവമായി മാറി പിണറായി വിജയൻ. അതേപോലെ VS അച്യുതാനന്ദൻ കൃത്യമായി കേസ് കൊടുത്ത ഒരാളാണ്. ഹൈക്കോടതിയിലടക്കം കേസ് കൊടുത്ത മൈക്രോ ഫൈനാൻസും ബന്ധപ്പെട്ട് കേസ് കൊടുത്താണ് വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ എന്ന് പറയാവുന്ന VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ ആണ് ജനങ്ങളെ ഫുൾ സപ്പോർട്ട്, CPM-ൻ്റെ സപ്പോർട്ട്. ആ സപ്പോർട്ടുള്ള ആള് കൊടുത്തൊരു കേസിൽ അവിടെ പാവപ്പെട്ട SNDP പ്രവർത്തകരെ വഞ്ചിച്ച് കോടിക്കണക്കിന് തട്ടിയെടുത്ത കേസിൽ അവിടെയുള്ള ഒരാൾ ആത്മഹത്യ അടക്കം ചെയ്ത, ചേർത്തലയിൽ ഒരാൾ കണിച്ചുകുളങ്ങര ആത്മഹത്യ അടക്കം ചെയ്തൊരു കേസ്, ഫിനാൻസ് തട്ടിപ്പൊക്കെ, അതിൽ അദ്ദേഹം പ്രതിയാണെന്നിരിക്കെ പിണറായി വിജയൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അപ്പം ഇവർക്കൊക്കെ കള്ളപ്പണ ഇടപാടുള്ളതുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് മാക്സിമം ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഈ പരിപാടി. പിണറായി വിജയൻ LDF ജയിച്ചാലും തോറ്റാലും ഒന്നുമില്ല. കാരണം പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന് ഇവരുടെ അടുത്തുള്ള കോടാനുകോടി രൂപയുടെ സ്വത്തുണ്ട്. അതേപോലെ SNDP-ൻ്റെ കയ്യിൽ സ്വത്തുണ്ട്. അപ്പോൾ ഈ കേസുകളൊക്കെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പിണറായി വിജയന് പൈസ ഉണ്ടാക്കലാണ് പണി. എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല സാർ, ഈ കണിച്ചുകുളങ്ങരയിലെ ആ SNDP സമുദായത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്ത കേസിൽ വെള്ളാപ്പള്ളി പ്രതിയാണ്. വ്യക്തമായി എഴുതി ആത്മഹത്യാക്കുറിപ്പിൽ അയാളാണ് ആത്മഹത്യക്ക് കാരണം എന്നാണ്. 10 വർഷം ഗോറസായ തടവ് ശിക്ഷ കിട്ടേണ്ട ആളാണ് ആര്? ഈ വെള്ളാപ്പള്ളി. വ്യക്തമായ തെളിവാണ്. അതിന് മൈക്രോ ഫൈനാൻസ് നടന്ന തട്ടിപ്പിന്റെ എല്ലാ വിവരങ്ങളും ആ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. അയാളെ തൊട്ടില്ല പിണറായി സംബന്ധിച്ചിടത്തോളം. അതുപോലെ സാർ ഒരു കാര്യം കൂടെ, ഈ മലപ്പുറം പരാമർശം, തങ്ങൾക്ക് അവിടെ ഒരു സ്കൂൾ പോലും തുടങ്ങാൻ പറ്റുന്നില്ല, എല്ലാം മുസ്ലിം സമുദായം പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. നിലമ്പൂര് അതെന്തായി? അത് മുസ്ലിം സമുദായം ഒന്നടങ്കം മാർക്കൗട്ട് ചെയ്തു. മലപ്പുറം ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധത്തിൽ മലപ്പുറം ജില്ലയിൽ എല്ലാ ഡിവിഷനും എല്ലാ മേഖലയും എല്ലാ പഞ്ചായത്താകെ 5 സീറ്റായിട്ടാണ് LDF-ന് പോയത്. ബാക്കി മുനിസിപ്പാലിറ്റി കംപ്ലീറ്റ് കൊണ്ടുപോയി. അതേപോലെ എല്ലാ ഗ്രാമപഞ്ചായത്ത് കൊണ്ടുപോയി, ജില്ലാ പഞ്ചായത്ത് കൊണ്ടുപോയി, ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ടുപോയി. ഇന്ന് വരെ ഇല്ലാത്തൊരു പരാജയമാണ് അവിടെ. 4-5 MLA-മാർ അതുപോലെ കോഴിക്കോട് മുട്ടിട്ട് എഴുക്കായിരുന്നല്ലോ. കോഴിക്കോട് കിട്ടിയത് പോലുമില്ല. കോഴിക്കോട് അടക്കം അതായത് പിണറായി വിജയന് മലബാർ മേഖലയിലെ മുസ്ലിം വോട്ട് നിർണായകമായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ ജയിക്കാൻ കാരണം. അത് ശക്തമായ രൂപത്തിൽ ആഞ്ഞടിച്ചപ്പോൾ അതിന്റെ 2016 മുസ്ലിം ഏകീകരണം ഉണ്ടായിരുന്നു. അതെ, എല്ലാ വിഭാഗത്തിലുള്ള മുസ്ലിം ഏകീകരണത്തെ ഉണ്ടാക്കിയിട്ടാണ് പിണറായി വിജയൻ ജയിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ തവണ അതെല്ലാം ഒറ്റയടിക്ക് പോയി കിട്ടാൻ ആര് സാധിച്ചു? വെള്ളാപ്പള്ളി ഒറ്റ പ്രസ്താവന. പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഒരു ഘടകമാണ്. മുഖ്യമന്ത്രി ഹിന്ദുവിന് കൊടുത്ത ഇതിലല്ലേ പറഞ്ഞത്, മലപ്പുറത്തെ മുസ്ലിം സമുദായത്തെ അദ്ദേഹം ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ സാർ, ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ 2 പടുവൃദ്ധന്മാരും എന്തെങ്കിലും പറഞ്ഞാൽ 3 പടുവൃദ്ധന്മാർ. അതെ, ഇവർ രണ്ടുപേരും, അതായത് സാറ് പറഞ്ഞ പോലെ ഒരു പെരുങ്കള്ളനും 2 ചിന്നക്കള്ളന്മാരും, ഇവർ രണ്ടുപേരും കൂടെ 3 പേരും കൂടെ വന്നല്ല. അതായത് ഇവർ രണ്ടുപേരുടെ സപ്പോർട്ട് ഇവരുടെ സമുദായം ഇവർ പറഞ്ഞാൽ കേൾക്കണമെന്നില്ല. ഇപ്പം NSS ഒന്നടങ്കം കോൺഗ്രസിന് വോട്ട് ചെയ്തെന്നുള്ള കാര്യം വ്യക്തമാണ്. SNDP സമുദായം BJPക്ക് വോട്ട് ചെയ്യുന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ പിണറായി വിജയൻ വീണ്ടും തോൽക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ജയിക്കുകയാണ്. CPM നശിപ്പിച്ചില്ലേ? അതെ, സ്വന്തം കാര്യം സ്വന്തം മൂപ്പർക്ക് കോടാനുകൂടി അവിടെ ഉണ്ടാക്കിയില്ലേ? ഇതല്ലാതെ പാർട്ടി നന്നാവണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഇല്ലല്ലോ. പാർട്ടിയെ തകർത്ത് പിണറായി കോടീശ്വരനാവുകയാണ്, പാർട്ടി മൂക്കുകുത്തുകയാണ്. അല്ലെങ്കിലും പിണറായി കോടീശ്വരനായിട്ട് കുറെ കാലമായി. കിട്ടാവുന്ന മാക്സിമം അടിച്ചെടുക്കുക ബാക്കി എന്നുള്ളതാണ് പിണറായിന്റെ സ്റ്റേറ്റ്. ഇവിടെ പാർട്ടി നശിച്ചാലും തകർന്നാലും ഒന്നും ഒരു പ്രശ്നം. സാർ, ഈ ഒരു സ്റ്റാൻഡ് തന്നെ ആയിരിക്കുമോ 2026 ഇപ്പൊ 3 മാസങ്ങൾക്ക് ശേഷം വരാൻ? അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, അതിനെ നമ്മളൊരു വീഡിയോ ചെയ്യേണ്ടതാണ്. അതായത് 2026 നിയമസഭാ ഇലക്ഷൻ എന്തായിരിക്കും? ഈ നിയമസഭാ ഇലക്ഷനെക്കാളും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇലക്ഷൻ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലെ വ്യത്യാസം എന്താ വെച്ചാൽ അവിടെ സാധാരണ CPM-ന്റെ ലോക്കൽ ലീഡേഴ്സിന് ഭയങ്കര ബന്ധമാണ്. തീർച്ചയായിട്ടും അവിടെ ആ ബന്ധം വെച്ച് അവർക്ക് വോട്ട് കിട്ടും. അതെ, ഇപ്രാവശ്യം അതുണ്ടായിട്ട് പോലും ഇത്രയധികം മൃഗീയമായിട്ട് തോറ്റു. നിയമസഭയിൽ അങ്ങനെയല്ല, ഇതിന്റെ 10 ഇരട്ടിയിലാണ് ആഞ്ഞടിക്കുക. ആ കൊടുങ്കാറ്റിനെ താഴെ തട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് സാധാരണ CPM പ്രവർത്തകർക്ക്, നേതാക്കന്മാർക്ക് തടയാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനി വരാൻ നിയമസഭാ ഇലക്ഷനിൽ ഇതൊന്നല്ല. CPM ഉണ്ടാവില്ല. അടിത്തറ ഇളകിക്കഴിഞ്ഞാൽ ഒരു കൊടുങ്കാറ്റ് വന്നാൽ വലിയ കെട്ടിടങ്ങൾ പതിക്കുന്നില്ലേ? വലിയൊരു മരമാണെങ്കിൽ അടി മുറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ വീഴില്ലേ? അതേപോലെ ഈ അടുത്ത കൊടുങ്കാറ്റ് വരാൻ പോകുന്നുള്ളൂ നിയമസഭാ ഇലക്ഷനിൽ.
ആഞ്ഞടിക്കും, CPM ഇല്ലാതാവും. ത്രിപുരയിൽ പോലെ ബംഗാൾ പോലെ CPM എന്നുള്ള സാധനം, ഇടതുപക്ഷ മുന്നണി എന്നുള്ള സാധനം കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. അത് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം.